യക്ഷി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവൽ ചലച്ചിത്ര ആവിഷ്കാരം നടത്തിയപ്പോൾ മലയാളത്തിന് ഇദം പ്രഥമമായി ഒരു മനഃശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യുന്ന സിനിമ ലഭിച്ചു. മഞ്ഞിലാസിൻ്റെ ബാനറിൽ MO ജോസഫായിരുന്നു യക്ഷിയുടെ നിർമ്മാതാവ്. മലയാറ്റൂരിൻ്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത് തോപ്പിൽ ഭാസി. ഗാനരചന വയലാർ. സംഗീതം G ദേവരാജൻ. പാടിയവർ യേശുദാസ്, P ലീല, P സുശീല, S ജാനകി. ഛായാഗ്രഹണം മെല്ലി ഇറാനി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സത്യൻ ശ്രീനിവാസൻ, ശാരദ രാഗിണി, ഉഷാകുമാരി വിജയലക്ഷ്മി, അടൂർ ഭാസി അനന്തൻ, N ഗോവിന്ദൻകുട്ടി ചന്ദ്രശേഖരൻ, ബഹദൂർ പരമു, രാജകോകില ചന്ദ്രൻ്റെ ഭാര്യ, സുകുമാരി കല്യാണി, രാധിക നർത്തകി, ശ്രീലത നമ്പൂതിരി വിദ്യാർത്ഥിനി. ഇതിലെ ഹിറ്റ് ഗാനമാണ് സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന എന്ന ഗാനം. 1968 ജൂൺ 30 റിലീസ് ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് KS സേതുമാധവൻ. കഥ: പ്രൊഫസർ ഗോപിനാഥൻ. അദ്ദേഹം യക്ഷികളെപ്പറ്റി ഗവേഷണം നടത്തുന്നതിൽ തൽപരനാണ്. യക്ഷികളുണ്ടെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഉറച്ച വിശ്വാസം മനസ്സിലാക്കിയ സുഹൃത്തുക്കളും മറ്റുള്ളവരും അന്ധവിശ്വാസി എന്ന പേരിൽ ഇദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു. ശ്രീനിവാസന് ഒരു കാമുകിയുണ്ട്, സുന്ദരിയായ വിജയലക്ഷ്മി. യക്ഷിയുടെ രക്തപാനത്തെക്കുറിച്ചുള്ള പരീക്ഷണം തൻ്റെ പരീക്ഷണശാലയിൽ നടത്തുകയായിരുന്നു ശ്രീനിവാസൻ. അപ്പോൾ ആകസ്മികമായ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ അപകടത്തിൽപ്പെട്ട ശ്രീനിവാസൻ്റെ മുഖം മുഴുവനും പൊള്ളി. വികൃതമായ ശ്രീനിവാസനെ കാമുകിയ വിജയലക്ഷ്മി വെറുക്കാൻ തുടങ്ങി. ശ്രീനിവാസൻ പരീക്ഷണത്തിൽ മുഴുകി. യക്ഷിബാധയുണ്ടെന്ന് പരക്കെ പറയുന്ന ഒരു വീട് വാടകയ്ക്കെടുത്തു അയാൾ. അങ്ങോട്ട് താമസവും മാറി. കൂടെ പരിചരിക്കാനായി രാമുവും ഉണ്ടായിരുന്നു. രാമു ആണെങ്കിൽ വലിയൊരു പേടിത്തൊണ്ടനാണ്. ഒരു വെള്ളിയാഴ്ച പാതിരാവ്. ആരോ കതകിൽ മുട്ടുന്നു. ശ്രീനിവാസൻ വാതിൽ തുറന്നു. മഴയത്ത് നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന അതിസുന്ദരിയായ യുവതി. രാഗിണിയാണ് പേരെന്നും സ്വദേശം കൊട്ടാരക്കരയാണെന്നും തൻ്റെ അമ്മുമ്മ ആശുപത്രിയിലാണെന്നും ഒക്കെ അവൾ പറഞ്ഞു. അന്ന് അവിടെ തങ്ങാനുള്ള സൗകര്യം നൽകിയ അതിന് പുറമേ മാറാനുള്ള വസ്ത്രങ്ങളും ശ്രീനി നൽകി. അവൾ തിരിച്ചു പോയത് ആരും കണ്ടില്ലെന്ന് മാത്രമല്ല, തൻ്റെ പരിചാരകനായ രാമു ചോര ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്നതാണ് പിറ്റേന്ന് ശ്രീനി കണ്ടത്. ശ്രീനിയുടെ അയൽവാസികളാണ് അനന്തനും അയാളുടെ ഭാര്യ കല്യാണി അമ്മയും. രാഗിണി വന്ന ദിവസം അവരുടെ നായ ജൂഡി ഭയങ്കരമായി ഓലിയിട്ടു അത്രേ. വീണ്ടും ശ്രീനി രാഗിണിയെ കണ്ടു. അവർ തമ്മിൽ ഇഷ്ടമായി, വിവാഹിതരായി. പൂക്കാത്ത പാല അവൾ വന്ന ശേഷം പൂത്തു. മധുവിധുവിനായി കന്യാകുമാരിയിലേക്ക് പോയി. അവിടെ വെച്ചൊരു പ്രഭാതത്തിൽ തൻ്റെ ചുണ്ടിൽ ആരോ കടിച്ച പാടുപോലെ രക്തം വാർന്നത് കണ്ടു. ബോധമില്ലാതായപ്പോൾ വീണും മുറിവ് പറ്റിയതാണെന്ന് രാഗിണി സമാധാനിപ്പിച്ചു. എന്തായാലും അവർ വീട്ടിലേക്ക് മടങ്ങി. അയൽവാസിയായ അനന്തൻ്റെ ഭാര്യ കല്യാണി ഗർഭിണിയായി. കല്യാണിക്ക് കൂട്ടായി രാഗിണി നിന്നു. ഒരു ദിവസം ജൂഡി എന്ന നായയെ രാഗിണി തലോടി. ഉടനെ ജൂഡി ചത്തു വീണു. കല്യാണിയുടെ ഗർഭം അലസി. ശ്രീനിവാസൻ രാഗിണിയെ യക്ഷിയായി കരുതാൻ തുടങ്ങി. അവളുടെ പെട്ടി അയാൾ പരിശോധിച്ചു. ചരിത്രാധീന കാലത്തെ വസ്തുക്കൾ. അത് തനിക്ക് അമ്മുമ്മ തന്നതാണെന്ന് രാഗിണി പറഞ്ഞു. രാഗിണിയും ശ്രീനിയും തമ്മിൽ പിണക്കത്തിലായി. ഒരു രാത്രി അയാൾ വീടിൻ്റെ വരാന്തയിൽ കിടന്ന് ഉറങ്ങി. ആ സമയം ഒരു സ്വപ്നം കണ്ടു. പാലമരത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു ഗന്ധർവൻ രാഗിണിയുമായി സംസാരിക്കുന്നു. പലരുടെയും രക്തം പാനം ചെയ്ത് കാലങ്ങൾക്കു മുമ്പേ മേടിച്ചു വച്ച ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഉഴറി നടക്കുന്ന രാഗിണി അവസാനമായി അടുത്ത ഊഴമായി തൻ്റെയും രക്തം രാഗിണി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ടാണ് വികൃത മുഖമുള്ള തന്നെ അതിസുന്ദരിയായ രാഗിണി വിവാഹം കഴിച്ചത്. ഇതേവരെ ലൈംഗികമായി ഇടപഴകാൻ കഴിയാത്തത്. ശ്രീനിയുടെ മാനസിക നില തെറ്റാൻ തുടങ്ങി. ശ്രീനിക്ക് ഭ്രാന്താണെന്നും ലൈംഗിക ശേഷിക്കുറവിൽ നിന്നും ഉണ്ടായ വിഭ്രാന്തിയാണെന്നും എല്ലാവരും കരുതി. ചങ്ങാതിയായ സഹപ്രവർത്തകൻ ചന്ദ്രശേഖരനും അങ്ങനെ തന്നെ വിധി എഴുതി. രാഗിണി അവളുടെ കൊട്ടാരക്കരയിലുള്ള വീട്ടിലേക്ക് പോയി. ശ്രീനി അവിടെ ചെന്ന് അവളെ വിളിച്ചു കൊണ്ടുവന്നു. അവൾ യക്ഷിയാണെന്ന് ദൃഢമായി വിശ്വസിച്ച ശ്രീനി അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ശ്രീനി പോലീസ് കസ്റ്റഡിയിലായി. തന്നോട് കഥകളെല്ലാം പറഞ്ഞിട്ട് ഒരു
പുകച്ചുരുളായി രാഗിണി മറഞ്ഞെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞതെങ്കിലും രാഗിണിയെ കൊന്ന ശേഷം മൃതദേഹം ആസിഡിൽ കലക്കിക്കളഞ്ഞെന്നായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം.